തമിഴ്നാട്ടിൽ വിജയുടെ പാർട്ടിയായ TVK വിജയിച്ചിരിക്കുന്നത് 108 സീറ്റുകളിലാണ്. അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് ആവശ്യമായ സീറ്റ്സ് 118ആണ്. അപ്പോൾ 10 സീറ്റിന്റെ കുറവുണ്ട്. അദ്ദേഹത്തിന് കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചിരിക്കുന്നു. 5 സീറ്റുകളാണ് കോൺഗ്രസിൻ്റെത് ഉള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം 113 സീറ്റുകളുണ്ട്. 113 MLA-മാരുടെ പിന്തുണയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഗവർണറെ പോയി ചെന്ന് കണ്ടു. എന്നാൽ ഗവർണർ പറയുന്നത് 118 MLA-മാരുടെ പിന്തുണക്കത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ, അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കൂ എന്നാണ് ഗവർണർ പറയുന്നത്. ഇന്നും വിജയ് 2 പ്രാവശ്യം ഗവർണറെ പോയി കണ്ടിരുന്നു. എന്നാൽ ഗവർണർ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി DMK-യുടെ നിലപാട് എന്താണെന്ന് നോക്കാം. DMK-യുടെ MK സ്റ്റാലിൻ അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഖ്യകക്ഷികളിൽ ആർക്ക് വേണമെങ്കിലും വിജയെ സപ്പോർട്ട് ചെയ്യാം എന്നും അദ്ദേഹം വിജയെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അനുവദിക്കുമെന്നും ഒരു 6 മാസത്തേക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് ഭരിക്കുവാൻ അനുവദിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം AIDMK-യുമായിട്ട് ചേർന്ന് ഒരു 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 സഖ്യത്തിൽ ഏർപ്പെടാൻ അദ്ദേഹം ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി AIDMK-യുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ MLA-മാരെ എല്ലാവരെയും തന്നെ ഇപ്പോൾ പുതുച്ചേരിയിലെ ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും എപ്രകാരമാണ് വിജയ് തമിഴ്നാട്ടിൽ ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ പോകുന്നതെന്ന്.